ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയതയെ തന്നെ സൂചിപ്പിക്കുന്നതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരാളുടെയും കുത്തകയല്ല. ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും അവകാശപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഗാന്ധി കുടുംബം എന്ന് പറയുന്നത് കോൺഗ്രസിന് ഇപ്പോൾ ഒരു ബാധ്യതയായിട്ട് മാറിയിരിക്കുന്നു. കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒഴിയണമെന്നാണ് പറയുന്നത്. രാഹുലും പ്രിയങ്കയും രാഷ്ട്രീയക്കാരല്ല എന്നാണ് അഹമ്മദ് പട്ടേലിന്റെ മകൻ പറഞ്ഞിരിക്കുന്നത്. ഒരല്പമെങ്കിലും സ്നേഹം കോൺഗ്രസ് പ്രവർത്തകരോടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ.സി. വേണുഗോപാലിനെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് അവിടെ കഴിവും പ്രാപ്തിയുമുള്ള ആരെയെങ്കിലും കൊണ്ടുപോയി ഇരുത്താൻ വേണ്ടിയിട്ടെങ്കിലും തയ്യാറാവണം. നമസ്കാരം. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം നമ്മളെല്ലാവരും കണ്ടതാണ്. എന്താണ് ബീഹാറിൽ സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ വലിയ ഹൈഡ്രജൻ ബോംബുമായിട്ട് രാഹുൽ ഗാന്ധിയും എത്തിയിരുന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധി പിന്നെ ഒരു വലിയ നിശബ്ദതയിലേക്കാണ് പോയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയതയെ തന്നെ സൂചിപ്പിക്കുന്നതാണ്. അതായത് ഇന്ത്യ എന്ന രാജ്യം സൃഷ്ടിച്ചത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് എന്നുണ്ടെങ്കിലും, ഒരു ഏകോപനം നടത്തിയത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ തന്നെയും ആ ഒരു ഇന്ത്യൻ ജനതയെ കൂട്ടിയിണക്കിക്കൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിനും ഇന്ത്യൻ ദേശീയതയ്ക്കും നേതൃത്വം കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത്. അപ്പോൾ അത് ഇന്ത്യൻ ദേശീയതയുമായിട്ട് തന്നെ ഇഴചേർന്ന് കിടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരാളുടെയും കുത്തകയല്ല. ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും അവകാശപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരുടെ ചുടുനിണത്തിൽ നിന്നും കെട്ടിപ്പടുത്തിട്ടുള്ളതാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി. അതുകൊണ്ട് തന്നെ ഇന്ന് ഇരിക്കുന്ന ആരുടെയെങ്കിലും കുത്തകയാണ് അല്ലെങ്കിൽ അവർക്ക് മാത്രം അവകാശപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് പോയി സോഷ്യലിസ്റ്റ് കോൺഗ്രസ് ഉണ്ടാക്കി പിന്നീടാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവുന്നത്. അങ്ങനെ തന്നെയാണെന്ന് ഈ RSS ഉൾപ്പെടെയുള്ള സംഘടനകൾ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള മറ്റെല്ലാ പാർട്ടികൾക്കും അവകാശപ്പെട്ട ഒരു മാതൃ സംഘടന എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിനൊക്കെ അപ്പുറത്താണ്. ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടി, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഭരിച്ചിട്ടുള്ള ഒരു പാർട്ടി, ആ പാർട്ടി ഇന്ന് 2-3 സംസ്ഥാനങ്ങളുടെ ഭരണത്തിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്ന് പറയുന്നത് അതിൻ്റെ നേതൃത്വം തന്നെയാണ്. ഇന്നിപ്പോൾ അഹമ്മദ് പട്ടേലിന്റെ മകൻ നിശിതമായ വിമർശനവുമായിട്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് ഗാന്ധി കുടുംബം എന്ന് പറയുന്നത് കോൺഗ്രസിന് ഇപ്പോൾ ഒരു ബാധ്യതയായിട്ട് മാറിയിരിക്കുന്നു. കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒഴിയണമെന്നാണ് പറയുന്നത്. ഗാന്ധി കുടുംബം കോൺഗ്രസിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. BJP ഒരു പുതിയ പാർട്ടിയാണ്. 50 വർഷത്തിന് താഴെ മാത്രമേ ആയിട്ടുള്ളൂ BJP എന്ന പ്രസ്ഥാനം ഈ രാജ്യത്ത് പിറന്നു വീണ്ടും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. അവരുടെ ആശയമുണ്ടായിരുന്നു, അത് ഈ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ BJP എങ്ങനെയാണ് ദേശീയ തലത്തിൽ ഈ പാർട്ടിയെ കെട്ടിപ്പടുത്തിട്ടുള്ളത്? ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല. ഇപ്പോൾ 2 പേരുണ്ട്, അമിത്ഷായും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി. അവരുടെ ഒരു പവർ അത് തന്നെയാണ് ആ BJPയെ ദേശീയ തലത്തിൽ ഐക്യത്തോടുകൂടി നിലനിർത്തുന്നത് ഒരു വാസ്തവമാണ്. അതുപോലെ തന്നെ കോൺഗ്രസിനകത്തുണ്ടായിരുന്ന ഒരു പവർ ഗ്രൂപ്പായിരുന്നു ഈ ഗാന്ധി കുടുംബം എന്ന് പറയുന്നത്. സർദാർ വല്ലഭായ് പട്ടേലും മഹാത്മാഗാന്ധിയും സുഭാഷ് ചന്ദ്രബോസും ഒക്കെ നേതൃത്വം നൽകിയിട്ടുള്ള ഒരു പാർട്ടിയാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അത് പിന്നീട് നെഹ്റുവിലൂടെ, ഇന്ദിരാഗാന്ധിയിലൂടെ, രാജീവ് ഗാന്ധിയിലൂടെ, ഇപ്പോൾ സോണിയാഗാന്ധിയിലൂടെ, ഇപ്പോൾ രാഹുൽ ഗാന്ധിയിൽ എത്തി നിൽക്കുന്നു. ഈ രാഹുൽ ഗാന്ധിയിൽ എത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അയൺ ലേഡിയായിരുന്നു ഇന്ദിരാഗാന്ധി. അതേസമയം ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിൽ സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്. ആ ജവഹർലാൽ നെഹ്റുവിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കേണ്ട ആളാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. പക്ഷെ ആ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിട്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ, തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ വരുമ്പോൾ എസ്കേപ്പ് ആവുന്ന ഒരു രീതിയാണുള്ളത്. കോൺഗ്രസ് പ്രവർത്തകർക്ക് നാളിതുവരെ മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു കാര്യമാണത്. രാഹുൽ ഗാന്ധി വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് കേരളം മുഴുവൻ ഇങ്ങോട്ട് ഇളകി മറിയാറുണ്ട്. അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് കേരളമാകെ ഇളകി മറിയാറുണ്ട്. കാരണം അവർക്കുമേൽ വലിയ പ്രതീക്ഷകളാണ് കേരളത്തിലെ ജനങ്ങൾ വെച്ചു പുലർത്തുന്നത്. ദേശീയ തലത്തിൽ എല്ലാ ഗ്രാമങ്ങളിലും ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് യൂണിറ്റുകളും പ്രവർത്തകരും ആ ആശയത്തെ സ്നേഹിക്കുന്നവരുമുണ്ട്. പക്ഷെ അവരെ കൂട്ടിച്ചേർക്കാൻ
അവരെ ഒരു ചരടിൽ കോർത്ത പുഷ്പത്തെ പോലെ കൊണ്ടുവരാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല. ഇപ്പോഴത്തെ ദേശീയ നേതൃത്വം, അതായത് രാഹുൽ ഗാന്ധിക്കോ മല്ലികാർജ്ജുൻ ഖാർഗെക്കോ KC വേണുഗോപാലിനോ ഒന്നും സാധിക്കുന്നില്ല. അതിനെതിരെയാണ് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന പ്രത്യേകിച്ച് അഹമ്മദ് പട്ടേൽ എന്ന് പറയുന്ന ഒരു നേതാവ് കോൺഗ്രസിന് എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് ഈ കോൺഗ്രസ് പാർട്ടിയെ അറിയുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ മകന് പോലും രാഹുൽ ഗാന്ധിയെ കാണാനായിട്ട് ഒരു അവസരം ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, അതും സോണിയാഗാന്ധി AICCയുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് സംഘടനാ കാര്യങ്ങളുടെ ചുമതല നിർവഹിച്ചിരുന്ന വ്യക്തിയാണ് അഹമ്മദ് പട്ടേൽ എന്ന് പറയുന്നത്. 2 UPA സർക്കാരുകളുടെ കാലഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങളുടെ ചുമതല വഹിച്ചിരുന്ന വ്യക്തിയാണ് അഹമ്മദ് പട്ടേൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ അഹമ്മദ് പട്ടേലിന്റെ മകന് പോലും രാഹുൽ ഗാന്ധിയെ കാണാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. കർണാടകയിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. കർണാടകയിൽ DK ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിലുള്ള പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് രാഹുൽ ഗാന്ധി ഇവിടെ ഇല്ല. എവിടെയാണ് രാഹുൽ ഗാന്ധി? ഈ പ്രശ്നങ്ങളിലൊക്കെ കൃത്യമായി ഇടപെടലുകൾ നടത്തേണ്ടതില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അഹമ്മദ് പട്ടേലിന്റെ മകൻ പറഞ്ഞിരിക്കുന്നത്, ഗാന്ധി കുടുംബം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്ന് ഒഴിയണം. കാരണം ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി മാറ്റിയെന്നേ. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയെ കാണാൻ ആരെങ്കിലും ഒക്കെ ശ്രമിച്ചാൽ KC വേണുഗോപാൽ അനുവദിക്കുന്നില്ല. KC വേണുഗോപാലിന് വേണ്ടപ്പെട്ടവരെ മാത്രമേ അദ്ദേഹം രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും സോണിയാഗാന്ധിയും ഒക്കെ കാണിക്കുന്നുള്ളൂ. കേരളത്തിൽ നിന്ന് തന്നെയുള്ള പ്രമുഖ നേതാക്കന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി ഇതായിരുന്നു. അവർ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് എന്തെങ്കിലും തരത്തിലുള്ള പരാതികളുമായിട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ അതേ സമയത്ത് തന്നെ KC വേണുഗോപാൽ ഉണ്ടാവും. KC വേണുഗോപാലിനെതിരെ പരാതികളുമായിട്ട് നേതാക്കന്മാർ ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ആ പരാതി കേൾക്കുന്ന കൂട്ടത്തിൽ KC വേണുഗോപാലും അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് KC വേണുഗോപാലിനെ കുറിച്ച് ഇവർക്ക് പരാതി പറയാൻ പറ്റുമോ? അങ്ങനെ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അവസ്ഥ എന്താവും? അതിശക്തനായ പ്രതിപക്ഷ നേതാവായിരുന്നു ഈ പറഞ്ഞ രമേശ് ചെന്നിത്തല. 2021 തെരഞ്ഞെടുപ്പ് പരാജയം നേരിട്ട ഉടനെ തന്നെ പാർലമെന്ററി പാർട്ടിക്കകത്ത് UDF-നകത്ത് കൂടുതൽ MLA-മാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നത് രമേശ് ചെന്നിത്തലയ്ക്കാണ്. ആ രമേശ് ചെന്നിത്തലയെ ഒരു മര്യാദയും പാലിക്കാതെ അതിക്രൂരമായിട്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി അവിടെ VD സതീശനെ അവരോധിച്ച ആളുടെ പേരാണ് KC വേണുഗോപാൽ. അപ്പൊ KC വേണുഗോപാലിന് കൃത്യമായ ധാരണയുണ്ട്, ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി കോൺഗ്രസ് പ്രസ്ഥാനത്തെ കൊണ്ടു നടന്നാൽ മാത്രമേ അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അടുത്ത പ്രാവശ്യം ഏതെങ്കിലും തരത്തിൽ UDF-ന് കേരളത്തിൽ അധികാരം കിട്ടുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ KC വേണുഗോപാൽ ഒരു സുപ്രഭാതത്തിൽ കേരളത്തിൽ പറന്നിറങ്ങുകയും 1-ാം നമ്പർ കാറിൽ വരുന്നത് കാണേണ്ട ഒരു ഗതികേട് കേരളത്തിലെ പണിയെടുക്കുന്ന കോൺഗ്രസ്സുകാർക്ക് കാണേണ്ടി വരും. അതേ രീതിയിലാണ് അവസ്ഥ. അപ്പൊ BJP-യിലേക്ക് ഒന്ന് നോക്കൂ. കോൺഗ്രസ്സുകാർ BJP-ക്ക് എല്ലാ 3 വർഷം കൂടുമ്പോഴും അല്ലെങ്കിൽ 6 വർഷം കൂടുമ്പോഴും അവരിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ദേശീയ അധ്യക്ഷൻ ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ട് കോൺഗ്രസിന് ആയിക്കൂടാ? അപ്പോൾ പറയും മല്ലികാർജ്ജുൻ ഖാർഗെയെ കുറിച്ച്. മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ ഒരു റബ്ബർ സ്റ്റാമ്പാണ് എന്നുള്ള കാര്യം ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? രാഹുൽ ഗാന്ധി നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും എന്നതിന് അപ്പുറത്തേക്ക് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ എന്തെങ്കിലും ഒരു അഭിപ്രായത്തിന് അവിടെ വിലയുണ്ടോ? രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിനകത്ത് എന്ത് നടക്കണം എന്ന് തീരുമാനിക്കുന്നത് KC വേണുഗോപാലാണ്. KC വേണുഗോപാലിനെ സംബന്ധിച്ച് നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത വ്യക്തിയാണ്. അപ്പം അദ്ദേഹം ആവിഷ്കരിക്കുന്ന കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് നയങ്ങളെല്ലാം ഓരോ സംസ്ഥാനത്തും വൻ പരാജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ തന്നെ ഇപ്പോൾ KPCCയുടെ പുനഃസംഘടന, ഈ KPCCയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നിയമിച്ചിട്ടുള്ള ജനറൽ സെക്രട്ടറിമാർ, അതിൽ എത്ര പേർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ട്? എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന്റെ കാര്യമല്ല പറഞ്ഞത്, ഈ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള എത്ര പേരുണ്ട്? ഈ ഒരു സംഘടനാ പ്രവർത്തനം കൃത്യമായിട്ട് അറിയാവുന്ന എത്ര പേരുണ്ട്? ഈ സമാനമായ രീതിയിൽ തന്നെയാണ് KC വേണുഗോപാലും രാഹുൽ ഗാന്ധിക്ക് ഇതിനെക്കുറിച്ചൊന്നും ധാരണയില്ലാന്ന് എനിക്ക് തോന്നുന്നു. രാഹുലും പ്രിയങ്കയും രാഷ്ട്രീയക്കാരല്ല എന്നാണ് അഹമ്മദ് പട്ടേലിന്റെ മകൻ പറഞ്ഞിരിക്കുന്നത്. ഇത് കേരളത്തിൽ നിന്ന് ഇതിനു മുമ്പുള്ള ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഒരു രാഷ്ട്രീയക്കാരനല്ല, പ്രിയങ്ക ഗാന്ധി ഒരു രാഷ്ട്രീയക്കാരനല്ല. രാഹുൽ ഗാന്ധി നല്ലൊരു ഹാർഡ് വർക്കറാണ്. പക്ഷേ രാഹുൽ ഗാന്ധി ചെയ്യുന്ന ഹാർഡ് വർക്കെല്ലാം വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെയാണ്. അതിന് കാരണം KC വേണുഗോപാലാണ്. ഈ KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒന്നെങ്കിൽ കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറണം, സംഘടനാ ചുമതലയിൽ നിന്ന് മാറണം. അവിടെ കഴിവും പ്രാപ്തിയുമുള്ള സച്ചിൻ പൈലറ്റിനെ പോലെയോ അല്ലെങ്കിൽ ദിഗ്വിജയ് സിംഗിനെ പോലെയോ ഒക്കെയുള്ള ആളുകളെ അവിടെ കൊണ്ട് ഇരുത്തണം. അതല്ലാതെ ഇതുപോലൊരു KC വേണുഗോപാലിനെ പോലെ ഉള്ള ഒരു വ്യക്തി ഇനിയും അവിടെ തുടർന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ അടിത്തട്ടിൽ നിന്നും മുറവിളി വീരും. കാരണം ഗാന്ധി കുടുംബം കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും മാറണം.
ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ പൊതുജനങ്ങളുടെയാണ്, അത് അവർക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരങ്ങൾ വരെ ഒരുപക്ഷെ നമുക്ക് തെരുവിൽ കാണേണ്ടി വരും. കാരണം കോൺഗ്രസ് എന്ന് പറയുന്നതൊന്നും ഒരിക്കലും ഗാന്ധി കുടുംബത്തിൻ്റെ ഒരു സ്വത്തൊന്നുമല്ല. അത് ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഇപ്പോൾ വെള്ളയും ഇട്ട് നടക്കുന്ന കുറേ ആളുകൾ പറയുമായിരിക്കും ഞങ്ങൾ നേതാക്കന്മാരാണെന്ന്. അവർ നേതാക്കന്മാരായിക്കൊള്ളട്ടെ. പക്ഷെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ദേശീയ വികാരമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടുള്ള പോരാടിയിട്ടുള്ള രക്തസാക്ഷികളുടെ ആത്മാവ് കുട്ടിക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണത്. അപ്പോൾ ആ പ്രസ്ഥാനം ഒരു കാരണവശാലും ഒരു കുടുംബത്തിൻ്റെത് മാത്രമായിട്ട് മാറുന്നില്ല. ആ കുടുംബത്തോട് ഈ രാജ്യം കാണിക്കുന്ന ബഹുമാനം, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ കാണിക്കുന്ന ബഹുമാനം തിരിച്ചുമുണ്ടാവണം. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് മുത്തശ്ശിയും സ്വന്തം അച്ഛൻ ചിതറിപ്പോകുന്നതും മുത്തശ്ശി വെടിയേറ്റു മരിക്കുന്നതും കൺമുമ്പിൽ കണ്ടിട്ടുള്ള ആളാണ്. നിശ്ചലമായി കിടക്കുന്ന മൃതശരീരത്തിന് മുമ്പിൽ വിറങ്ങലിച്ചു നിന്നിട്ടുള്ളൊരു പയ്യനായിരുന്നു ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. അപ്പം ആ രാഹുൽ ഗാന്ധി ഉൾക്കൊള്ളേണ്ടത് ഈ രാജ്യത്തിൻ്റെ വികാരമാണ്, ഈ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണ്. ഒന്നെങ്കിൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുക, അതല്ല എങ്കിൽ ഒഴിഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. അതുമല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരല്പമെങ്കിലും സ്നേഹം കോൺഗ്രസ് പ്രവർത്തകരോടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KC വേണുഗോപാലിനെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് അവിടെ കഴിവും പ്രാപ്തിയുമുള്ള ആരെയെങ്കിലും കൊണ്ടുപോയി ഇരുത്താൻ വേണ്ടിയിട്ടെങ്കിലും തയ്യാറാവണം. അതല്ല എങ്കിൽ പറയാതിരിക്കാൻ വയ്യ, ഈ ഗാന്ധി കുടുംബം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരു ബാധ്യതയായിട്ട് മാറി എന്ന് പൊതുജനം പറഞ്ഞു തുടങ്ങും.